കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ രാത്രി വഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവജനത്തിന്റെ പഠനത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് ആണ് നമ്മുടെ വിഷയം. 1 തിമോത്തിയോസും 2 തിമോത്തിയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1 തിമോത്തിയോസ് 1-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംക്ഷിപ്ത രൂപം എന്ന മുറയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാനിടയായി. ഇന്ന് 2-ാം അധ്യായമാണ് നമുക്ക് പഠന വിഷയമായി എടുക്കേണ്ടത്. 2-ാം അധ്യായം മൊത്തം 15 വാക്യമുള്ള ഈ അധ്യായം ഏറെ ചർച്ചാ വിഷയവും അപ്പോൾ തന്നെ ഇന്നും ഈ അധ്യായത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങൾക്ക് അതിന്റെ ചർച്ചകൾ അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1 തിമോത്തിയോസ് 2-ാം അധ്യായം. പ്രാരംഭമായി അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 1 മുതൽ 7 വരെയുള്ള ആദ്യത്തെ ആ ഒരു ഖണ്ഡിക വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടെ കണ്ണത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷാപാതവും സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് മലയാളത്തിൽ ഏറ്റവും അതിന്റെ 2-ാം വാക്യമായിട്ടാണ് വരുന്നതെങ്കിലും അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ, അത് ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഐ ഏർജ്, പൗലോസെ, ഞാൻ ഉപദേശിക്കുന്നു, ഞാൻ പ്രബോധിപ്പിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യമാണ് പ്രബോധിപ്പിക്കുന്നത്. എങ്കിൽ 3 കാര്യങ്ങൾ, 3 ഒരേ ആശയം തന്നെ 3 വാക്കുകളിൽ പൗലോസോട് പറയുകയാണ്. 1, ഐ ഏർജ് ടു പ്രയർ, പ്രാർത്ഥിക്കുവാൻ. 2-ാമത്തെ വാക്ക് അവിടെ പക്ഷപാതം ചെയ്യുക. 3-ാമത്തെ വാക്ക് സ്തോത്രം ചെയ്യുക. 3 പദം 2-ാം വാക്യത്തിൽ. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. എന്നാൽ എന്താണ് പൗലോസ് ഉപയോഗിക്കുന്ന ഈ 3 ഭാഷാന്തരങ്ങൾ? പ്രാർത്ഥന, പ്രയർ. നമ്മൾ വാട്ട് ഈസ് മീൻ ബൈ പ്രയർ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷ, പ്രയർ എന്ന് പറയുന്നത് ഒരു പെറ്റീഷൻ ഇല്ലെങ്കിൽ ഒരു അപേക്ഷ തയ്യാറാക്കുന്ന ഒരു നിലവാരമാണ് പ്രാർത്ഥന എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാമത് ഇന്റർസെഷൻ, പക്ഷപാതം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. ഞാൻ അവർക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ള ഒരു പദമാണ് 2-ാമത്തെ പദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കാണുന്നത് താങ്ക്സ് ഗിവിങ്, നന്ദി പറയുക, എല്ലാറ്റിനും നന്ദി പറയുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട 3 പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ പൗലോസ് തിമോത്തിയോസിനോട് കൈമാറുമ്പോൾ. പ്രയർ, നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ 3 ഘടകങ്ങളിൽ 3ഉം ചേർക്കുന്നില്ല. ഇതൊരു ചേരുവകകളാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ദൈവത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു മനുഷ്യന് ഒന്നാമതായിട്ട് വേണ്ടത് റിക്വസ്റ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗം മാത്രമാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. പെറ്റീഷൻസ്, അപേക്ഷകൾ മാത്രമാണ്. കർത്താവെ, എൻ്റെ കുടുംബത്തിനായി സ്തോത്രം, എൻ്റെ ഭാര്യയ്ക്കായി സ്തോത്രം, എൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, എനിക്കുള്ളതിനായി സ്തോത്രം,
അപ്പം ആ സ്തോത്രം പറയുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് പിന്നെ ചോദിക്കുക, പിന്നെ പെറ്റീഷൻസ് മാത്രമാണ്. നിങ്ങൾ വല്ലാതെ അഭയാചന കഴിക്കുന്നതാണ് പൗലോസ് ഒരു ഭാഷാന്തരത്തിൽ പറയുന്നത്. യു ഡോ നോട്ട് ടു പ്രെയർ. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല. നമ്മൾ ഒരു പ്രാർത്ഥനാ വിഷയം, ഞാൻ നമ്മുടെ വിഷയം അല്ലെങ്കിൽ പോലും ഒന്ന് തൊടുകയാണ് ആ വിഷയത്തെ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഈ ആഴ്ച എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. ഇപ്പൊ എൻ്റെ ഒരു ആവശ്യമായ കർത്താവ് തരണമേ 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 തരണമേ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പെന്തക്കോസ്റ്റ് ശൈലിയിലുള്ള പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമ്മൾ ഒരു റിപ്പീറ്റ്, അത് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ റിക്വസ്റ്റ് എപ്പോഴും ദൈവത്തോട് സ്പെസിഫിക് ആയിരിക്കണം. വളരെ എന്താ പറയുന്നത്, ദൈവത്തിന് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല. നമുക്ക് ദൈവത്തിന് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല നമ്മുടെ വിഷയങ്ങളൊക്കെ. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ആവശ്യമാണ് ഒരു പ്രാർത്ഥന, ഒരു പെറ്റീഷൻ, ഒരു അപേക്ഷകൻ എന്ന നിലയ്ക്ക് ദൈവത്തോട് പറയേണ്ടത്. രണ്ടാമത് മധ്യസ്ഥത. ഇത് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ്. തിമോത്തിയോസിനോട് പൗലോസ് ഓർപ്പിക്കുകയാണ്, ഒരു പാസ്റ്ററിന്റെ, ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് മധ്യസ്ഥത അണയ്ക്കുക. അത് ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ നമ്മൾ എന്താ പറയുന്നത്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മധ്യസ്ഥത അണയ്ക്കുക. അത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, ഒരു വിശ്വാസിയായി ജീവിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്ന അതിന് ഏറ്റവും ഉത്തരവാദം എന്ന് പറയുന്നത് ദൈവദാസന്മാർക്ക് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയതും. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ പൗലോസിനോട് പറയുന്നത് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. നന്ദി പറയുക, സ്തോത്രം പറയുക. ഇവിടെ ആർക്ക് വേണ്ടിയാണ്? അതാണ് അതിശയോക്തി. ഇവിടെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യേണ്ടത്? ഇല്ല ഇന്റർസെസറി പ്രേയേഴ്സ് നടത്തേണ്ടത്? ആർക്ക് വേണ്ടിയാണ് നന്ദി പറയേണ്ടത്? വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും ഇതൊരു ഒരു വിശേഷിച്ച ഒരു കാര്യമാണ്. നമ്മൾ ആരും ഇതുവരെയും കർത്താവ് മോഡിയെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവ് മോഡിയെ താഴെ ഇറക്കണം എന്ന് പ്രാർത്ഥിച്ചുള്ളൂ. സത്യമല്ലേ? എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനെ താഴെ ഇറക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അക്കാലത്ത് നീറോയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണം, പൗലോസിന്റെ കാലഘട്ടത്തിൽ ഇങ്ങ് തിമോത്തിയോസ് എംപറർ നീറോ 54 മുതൽ AD 68 വരെയുള്ള കാലങ്ങളിൽ ഇസ്രായേലിനെ 7 ദിവസം വരെ ചുട്ടരിച്ച, ഇല്ലെങ്കിൽ വളരെ കൊടൂരമായ ക്രിസ്തീയ പീഡനങ്ങൾ നടത്തിയ നീറോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് പൗലോസിനോട് പറഞ്ഞത്. എത്ര വൈരുദ്ധ്യമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഈ ഈ വസ്തുതകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അധികാരികളെ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്, അധികാരികളെ ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവര് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു കാര്യം സംഭവിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ക്രൈസ്തവ ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് മോഡി ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം എന്നോട് ഞങ്ങളുടെ ഒരു വിശ്വാസി പറഞ്ഞു, ഒരു കാരണവശാലും അടുത്ത പ്രാവശ്യം മോഡി വരുമെന്ന്, ഞാൻ ഉദാഹരണം പറയുന്ന അവിടെ, ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, മോഡി വരുമെന്ന് ദയവായി സഭയെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല, നടക്കാൻ പോകുന്ന കാര്യം അതൊക്കെ തന്നെ, നമുക്കൊന്ന് പ്രത്യേകം പറയാൻ ഒന്നുമില്ല. കാരണം ഓപ്പോസിറ്റ് പാർട്ടിയുടെ വീക്ക്നെസ് ആണ് അവരുടെ ആയുധം എന്ന് പറയുന്നത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഓപ്പോസിറ്റ് പാർട്ടി നല്ല പാർട്ടി അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ BJP കാരനുമല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലവാരം സാധാരണ ഒരു പൊളിറ്റിക്കലായിട്ട് പഠിക്കുന്നവർക്ക് ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാം. പിന്നെ ദൈവമാക്കി വെക്കുന്നത്, ഇനിയിപ്പോ മോഡി താഴെ പോകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ഹിതം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആരെ ആക്കി വെക്കുന്നോ അവർ ദൈവത്താൽ സ്ഥാപിതമാണ്, ദൈവമാണ് ആക്കി വെക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക, അവർക്ക് വേണ്ടി നന്ദി പറയുക എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു.
ഇതൊരു ഒരു ഒരു പ്രബോധനമാണ്, ഇതൊരു ഡോക്ടറിനൽ, ഇതൊരു ഉപദേശമാണ് പൗലോസ് കൊടുക്കുന്ന ഒരു ഉപദേശം. അടുത്ത ഒരു ഭാഗത്തിലേക്ക്, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, രക്ഷിതാവായ ദൈവം, ഗോഡ് ഹു ഈസ് സേവിങ്. അവിടെ പറയുന്നത് ഗോഡ് അവർ സേവിയർ, നമ്മുടെ ദൈവം രക്ഷിതാവാണ്. അപ്പം അതാണ് പൗലോസ് കണക്ട് ചെയ്തത്. 4-ാം വാക്യത്തിൽ ആ ഭാഗം അവിടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഒരു ഇഷ്ടം പറയുന്നുണ്ട്. എന്താണെന്ന് അറിയുമോ? ഞാൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ രക്ഷിതാവായ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഓൾ മെൻസ് ആർ ടു ബി സേവ്ഡ്, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇതൊരു നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തെ കുറച്ച് നമ്മുടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതും, ഞാൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും. ആ ഭാഗം ഒന്ന് വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം ഉം 30-ാം വാക്യം, 8-ന്റെ. പുത്രനെ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. റോമർ 8:30, 8:29-30. യെസ്, മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞത് മുൻ നിയമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ചു പേരെ, ഓൾ മെൻ എന്നുള്ള വാക്കിന്റെ ഒരു ഓപ്പോസിറ്റ് വെർഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുൻ നിയമിക്കുക. രണ്ടാമത് മുൻ നിയമിച്ചവരെ പിന്നെയാണ് കർത്താവ് വിളിക്കുന്നത്. വിളിച്ചവരെ നീതീകരിക്കുന്നത് തേജസ്കരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്ലാനിൽ, അതിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കുകയും, അങ്ങനെ തുടങ്ങി 7 അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് വിശദമായി പഠിച്ചതായതുകൊണ്ട് ഞാൻ ആ ഭാഗം നിൽക്കുന്നില്ല. അപ്പം ദൈവത്തിന്റെ പദ്ധതിയിൽ തെരഞ്ഞെടുപ്പ് എന്നൊരു പദ്ധതി ഉണ്ടെങ്കിലും രക്ഷിതാവായ ദൈവത്തിന്റെ മനസ്സ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം, ഇഷ്ടമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഓൾ മെൻസ് ആർ ടു ബി സേവ്ഡ്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഒന്നാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കാരുണ്യാധിക്യം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായി കഴിയുന്നു. അപ്പം അവിടെ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം, അതെ, ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം സാങ്ക്ടിഫൈഡ്, അവരെ വിശുദ്ധീകരിച്ചു എന്നുള്ള പദം നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പം അവിടെയും മുന്നിനൊത്തവണ്ണം. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും നശിച്ചു പോകരുത് എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. അവിടെ ഞാനൊരു ഭാഗം എടുത്തോട്ടെ. സാറേ 3:9 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ.
ആരും നശിച്ചു പോകരുത്. ഇനി യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം എടുത്ത് യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചു എസെക്കേൽ എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാതിരുന്നാൽ അവൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമവും പാപവും 11 വായിച്ചു. 11 എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവനിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്നും യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവീൻ. ഗ്രഹമേ, എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. ഞാൻ അതിന്റെ ശരിക്കും അത് മലയാളത്തിൽ അതിന്റെ അർത്ഥം കൺവേ ചെയ്യുന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്യം വായിക്കാം. Say to them, as surely I live, declares the sovereign Lord, I take no pleasure in the death of wicked. ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ നാം കാണുന്നത്. അപ്പം 1 പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത് ആരും നശിക്കരുത്. അപ്പം ദുഷ്ടന്മാരുടെ കാര്യത്തിലാണെങ്കിലോ അവരും നശിക്കരുതെന്നാണ് കർത്താവിന് ഇഷ്ടം. അതിന്റെ വായിച്ചത് ഒന്നും കൂടെ വായിക്കാമോ? യെഹെസ്കേലിന്റെ 3:11 എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പം അവിടെ ആ ആശയം കൺവേ ചെയ്യുന്നുള്ളൂ. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ആ വളരെ സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷിൽ കാണുന്നുണ്ട്, ഐ ടേക്ക് നോ പ്ലഷർ ഇൻ ദ ഡെത്ത് ഓഫ് വിക്കഡ്. ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ കർത്താവിന് ഇഷ്ടമാകുന്നില്ല എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സ് നോക്കി, എല്ലാവരും രക്ഷിക്കപ്പെടുക, എല്ലാവരും ആരും നശിക്കാതിരിക്കുക, ഇതാണ് രക്ഷിതാവായ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കൊരു അടുത്ത ഭാഗം വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, അവൻ സകല മനുഷ്യൻ രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പം ദൈവം ആരാണെന്നും ദൈവത്തെ അറിയുവാനും ദൈവത്തിന് തന്നെ പ്രസാദമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഒരാളുടെ കാര്യമല്ല, ഓൾ മെൻ. എന്നാൽ എന്നിട്ട് അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, ദൈവം ഒരുവനല്ല, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇവിടെ വളരെ എന്താ പറയുക, താർക്കികമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവം ഒരുവനല്ല. അപ്പം ഒരു പ്ലൂറലിസം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഗോഡ് ഈസ് വൺ. അപ്പൊ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യഹോവ സാക്ഷിക്കാരാകട്ടെ, യേശുനാമക്കാരാകട്ടെ, ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഒരുവനാണ്. പഴയ നിയമത്തിൽ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ വെളിപ്പെട്ട യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ആത്മീയ അല്ലെങ്കിൽ ആത്മസ്വഭാവമുള്ള രൂപമാണ് പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒന്നാണെന്ന് പറയുന്ന ഒരു ഉപദേശം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് പ്രബലവും കൂടെയാണ്, നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുക? ദൈവം ഒരുവനാണ്, ഗോഡ് ഈസ് വൺ. പിന്നെ അടുത്തത് പറയുകയാണ് ദൈവത്തിനും മനുഷ്യർക്കും. അപ്പൊ നമ്മളവിടെ ആ കോണ്ടെക്സ്റ്റ് ആണ് നമ്മളെ ഒരു വളരെ ആ സാഹചര്യം അല്ലെങ്കിൽ മുകളിലത്തെ വാക്യമാണ് നമ്മളെ ഈ ഒരു വാക്യത്തിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നത്. കാരണം 3-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ് രക്ഷിതാവായ ദൈവം. അടുത്തത് പറയുകയാണ് ആ ദൈവത്തിന്
ആരും നശിക്കുന്നത് ഇഷ്ടമില്ല, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന് ഇഷ്ടം. ആ ദൈവം ഒരുവനാണ്. ആ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ ഏകനായ ഇല്ലെങ്കിൽ ആ രക്ഷിതാവായ ദൈവത്തിലേക്ക് ഉള്ള പ്രവേശനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അവിടെ മധ്യസ്ഥൻ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മധ്യസ്ഥൻ, നമുക്കറിയാം മധ്യസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു പദവിയുടെ റോൾ എന്താണ് മധ്യസ്ഥത അണക്കുക. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കാണുന്ന ഒരു പദമുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ഉണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ കാര്യസ്ഥൻ എന്നുള്ള പദമാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വളരെ സ്പെസിഫിക് ആയിട്ടൊരു പദമാണ്, അഡ്വക്കേറ്റ് എന്നൊരു പദമാണ്. അപ്പം മധ്യസ്ഥത അണയ്ക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥത അണയ്ക്കുവാൻ, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് സംസാരിക്കുവാൻ, ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിന്ന് പറയുവാൻ അത് യോഗ്യതയുള്ളത് യേശുക്രിസ്തു മാത്രമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് യോഗ്യനായി തീർന്നത്? കാരണം യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മറുവില കൊടുത്തത്. ദൈവത്തിന്റെ കോപാഗ്നിയിൽ നമ്മൾ മരിക്കേണ്ടവനാണ്. നമ്മൾ അക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്നു. എന്നാൽ നമ്മുടെ മരണത്തിന് പകരക്കാരനായി യേശു കർത്താവ് മരിക്കുകയും ആ മരണമാണ് യേശു കർത്താവിനെ മധ്യസ്ഥൻ എന്നുള്ള ആ വലിയ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരികയും നമുക്ക് മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായിട്ട് യേശു കർത്താവിനെ നമുക്ക് ഇന്നും ഉണ്ട് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവിടെ മനുഷ്യനായ ക്രിസ്തുയേശു എന്ന പദം നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. ഈസ് കംപ്ലീറ്റ് മാൻ ആൻഡ് കംപ്ലീറ്റ് ഗാഡ്. ദൈവം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. കാരണം മധ്യസ്ഥത, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാകണമെങ്കിൽ പൂർണ്ണ മനുഷ്യനാകണം, പൂർണ്ണ ദൈവവുമാകണം. അത് വ്യക്തമായിട്ട് പൗലോസ് ഈ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനുമായി ഘോഷല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു അസൈൻഡ് ഡ്യൂട്ടി എന്താണെന്നാണ് ഈ ഒരു ഒറ്റ വാക്യത്തിൽ പറയുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. 1 തിമോത്തിയോസിന്റെ കീ വേഴ്സ്, പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. ദയവായി ആരെങ്കിലും ഒരാൾ വായിക്കാമോ ആ വാക്യങ്ങൾ? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിന്റെ ഈ വാക്യങ്ങൾ, പ്രധാനപ്പെട്ട താക്കോൽ വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോസ്തലനായ പൗലോസ് വളരെ കാർക്കശികമായി തിമോത്തിയോസിനോട് ഒരു സഭയുടെ അധികാരം, അല്ലെങ്കിൽ ആ സഭ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് 1 തിമോത്തിയോസ് ലേഖനം എഴുതുന്നത്. അവിടെ പറയുകയാണ്, ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു 7-ാം വാക്യത്തിൽ, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിന്റെ ആ ഒരു വലിയ ജലസ്, ആ ഒരു തീക്ഷ്ണത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പൗലോസിന്റെ ഡ്യൂട്ടി തന്നെ, പൗലോസിനെ അപരനാമം തന്നെ ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം, ഗലാത്യ ലേഖനം, ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കേഫാവിനെ പോലും പത്രോസിനെ പോലും തർക്കിച്ചുകൊണ്ട് ജാതികൾക്ക് യേശുക്രിസ്തുവിലുള്ള പ്രവേശനം അത് വളരെ കണിശമായി കാർക്കശികമായി സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല, അത് പറഞ്ഞങ്ങ് വിടുകയാണ്. നിങ്ങളുടെ സ്വന്തമായ ഒരു പഠനത്തിന് വേണ്ടി ഞാൻ വിടുകയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 8 മുതൽ വളരെ നിർത്തി ഒന്ന് വായിക്കണമേ. 8-ാം വാക്യം മുതൽ വായിച്ചേ. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയം, തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണാനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. നമ്മള് ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരു വാക്യമാണ് ഇത്. എന്താണെന്നറിയാനുള്ള ആഗ്രഹം കുറച്ചു പേർക്കുണ്ട്. ഇത് അറിഞ്ഞതിന്റെ സന്തോഷം കുറച്ചു പേർക്കുണ്ട്. ചിലരൊക്കെ എന്താ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് ഈ വേദവസ്തുവിൽ ഈ വാക്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും വിചാരിക്കുന്നവർ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഞാനൊരു 2 മിനിറ്റ് ഒരു കാര്യം പറയാൻ എടുത്തോട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ള മതങ്ങളിൽ സ്ത്രീകൾക്കുള്ള അംഗീകാരവും സ്ത്രീകൾക്കുള്ള ബഹുമാനവും, ഒരു സ്ത്രീക്ക് സമത്വത്തിന്റെ ആശയവും കൈമാറിയിരിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയ മാർഗമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇസ്ലാം മതം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതിൻ്റെ അനുകാരികൾക്കും അറിയാം, സ്ത്രീകൾക്ക് ഇത്രമാത്രം ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് നമുക്ക് സ്പഷ്ടമായിട്ടറിയാം. അപ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതം, ആർഷഭാരതം, സാംസ്കാരിക തലങ്ങളിലൊക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര മാന്യത കൊടുക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇന്നേക്ക് ഉള്ള ഒരു നിലവാരം വെച്ചുകൊണ്ട് അത് പറയരുത്. ആരംഭത്തിൽ വാട്ട് വാസ് ദ ബിഗിനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീയോടുള്ള മര്യാദ എത്രമാത്രം അധപ്പതിച്ചതായിരുന്നു എന്ന് നമുക്ക്, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് ഇവിടെ ഉള്ളത്. അത് ബുദ്ധിസം ആയിക്കോട്ടെ, ജൈനിസം ആയിക്കോട്ടെ, സൊറാസ്ട്രിയനിസം ആയിക്കോട്ടെ, ബഹായിസം ആയിക്കൊള്ളട്ടെ, ലോകത്തിലെ നാനാവിധങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, സ്ത്രീകൾക്ക് ഇത്രമാത്രം ബഹുമാനവും ആദരവും സമത്വവും കൊടുക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ, ഈവൻ യാഹൂദ്യ മതങ്ങളിൽ പോലും, ഞാൻ പറഞ്ഞത് ന്യായപ്രമാണം, യാഹൂദ്യ മതത്തിൽ പോലും സ്ത്രീകൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എങ്കിലും യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയ മാർഗം സ്ത്രീകൾക്ക് ഏറെ ബഹുമാനവും ആദരവും ഉയർന്ന നിലവാരവും മറ്റുള്ള ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തിരസ്കരിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വാക്യം നമ്മൾ പഠിക്കുവാനും വ്യാഖ്യാനം ചെയ്യുവാനും. ചിലർ ഈ വാക്യത്തെ ഒത്തിരി വികലമായിട്ട് വ്യാഖ്യാനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. പക്ഷെങ്കിൽ we should consider this verse in the context. ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു പോകുന്നത്. നമ്മുടെ വ്യാഖ്യാനം പറയണമെങ്കിൽ ഇഷ്ടം പോലെ പറയാം, നമുക്ക് സ്വന്തമായിട്ട് എന്നാ വേണമെങ്കിലും പറയാം. അത് ഒരു പൊടിപ്പും തൊങ്കലും ഒക്കെ കൂട്ടി നമ്മുടെ ദൈവദാസന്മാർ പല വേദികളും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വളരെ സ്വീകാര്യതയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്ത്രീകളെ ഒന്ന് ഇകഴ്ത്തി പറയുന്നതൊക്കെ ചിലർക്ക് അതൊരു സുഖം പോലെ തോന്നുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ അതല്ല. എന്താണ് ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് 8-ാം വാക്യം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും എന്ന് പറയുമ്പോൾ എവിടെയാ? ഹോട്ടലിൽ പോയാലും, ഇല്ലെങ്കിൽ പൊതു
പബ്ലിക് ഓഫീസിൽ പോയാലും എല്ലായിടത്തും പോയി കൈ ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. നോ, അതാ ഞാൻ പറഞ്ഞത്. കം ടു ദ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? ഇവിടെ വ്യക്തമാണ്. കോണ്ടെക്സ്റ്റ് അത് ചർച്ചിലാണ്, ദൈവാലയത്തിലാണ്. കാരണം ഞാൻ അതുകൊണ്ടാണ് 15-ാം വാക്യം നേരത്തെ വായിപ്പിച്ചത്, 3:15. താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് സോ സ്പെസിഫിക്കലി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് പറയുകയാണ്, ഇറ്റ് ഈസ് എവ്രിവെയർ ഇൻ ദ ചർച്ച്. എല്ലാ സ്ഥലത്തും, എല്ലാ സഭാരാധനകളിലും, എല്ലാ സഭയിലും പുരുഷന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ് കൈകളെ ഉയർത്തുക. എന്താ ഈ കൈകളെ ഉയർത്തുക എന്ന് പറയുന്നത്? ഇത് ഒരു ആരാധനയുടെ ഒരു ഭാഗം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് വർഷിപ്പ്, കൈകൾ ഉയർത്തുക. അതിനേക്കാൾ കുറച്ചും കൂടെ പുരുഷന്മാരോട് ഇത് പറയുവാൻ കാരണം, പുരുഷന്മാർക്ക് ഒരു മേധാവിത്വമുള്ളത് പൊതുവെ ഒരു സംഗതി തന്നെയാണ്. ഒരു അധികാരം, ഒരു മേധാവിത്വം, അത് നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ കൈകളെ ഉയർത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് സറണ്ടറിങ്. ദൈവസന്നിധാനത്തിൽ സറണ്ടർ ചെയ്യുക. ഞാൻ ഒന്നുമല്ലെന്ന്, അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമുണ്ട്, ഒരു പുരുഷൻ എന്ന നിലയ്ക്കുള്ള എല്ലാവിധ ക്വാളിറ്റിയും കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും ഇൻ ദ ചർച്ച്, ദൈവസന്നിധാനത്തിൽ കൈകളെ ഉയർത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് സറണ്ടറിങ്. ദൈവസന്നിധാനത്തിൽ ഞാൻ ഒന്നുമല്ലെന്ന് സമ്മതിക്കുന്നതാണ്. പിന്നെ സ്ത്രീകൾക്ക് ഇത് സാധ്യമാകും, വളരെ എളുപ്പമാണ്. കാരണം അവരല്ലേലും ഒന്നുമല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. പിന്നെ അവരോട് മാത്രം പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പുരുഷന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന് അധികാരം ദൈവസന്നിധാനത്തിൽ സറണ്ടർ ചെയ്യുന്നു. സാറേ മ്യൂട്ടാ. ഉണ്ടാകണമെന്നാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സോറി, ഒരു കോൾ വന്നാണ്. ദൈവസന്നിധാനത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാൽ അവിടെ പറയുകയാണ്. ആകയാൽ കോപവും വാഗ്വാദവും, അപ്പൊ നമ്മൾ കഴിഞ്ഞ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. കോപം ഒരു സ്വഭാവമാണ്. കോപമാകാം, കോപിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കോപിച്ചാൽ നിങ്ങൾ എന്നാ ചെയ്യരുത്? പാപം ചെയ്യരുത്. പക്ഷെങ്കിൽ ഇത് സഭയിൽ പറ്റത്തില്ല. നമുക്ക് സഭയ്ക്കകത്ത് വരുമ്പോൾ ഈ കോപം നമ്മളൊന്ന് ഉപേക്ഷിക്കണം. അന്യത, തർക്കം, വാഗ്വാദം അതുപേക്ഷിക്കണം. അതിനുശേഷമാണ് വിശുദ്ധ കൈകളെ ഉയർത്തി. ഞാൻ ആ ഭാഗത്തിലൊന്നും നിൽക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. വിശേഷിച്ച് ദൈവദാസന്മാരടക്കമുള്ള പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലപോലെ അറിയാവുന്ന ഭാഗമൊക്കെയാണ്. ഞാൻ അതിലേക്ക് താല്പര്യപ്പെടുന്നില്ല. ഇനി അടുത്തത് 9-ാം വാക്യം. ഔവണ്ണം തന്നെ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. അപ്പൊ എന്താണ് യോഗ്യമായ വസ്ത്രം? നമ്മൾ ആദ്യം പറയും ഇന്ത്യക്കാരുടെ വസ്ത്രമാണ് ലോകത്തിലെ ഏറ്റവും നല്ല വസ്ത്രം. എല്ലാം കാരണം ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ എന്നാ പറയുന്നത്, ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ കോൺഗ്രിഗേഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ചാണ് പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസുകാരെ പിന്നെ പറയാൻ വേണ്ട. പ്രത്യേകിച്ച് കേരള പെന്തക്കോസാണ് പിന്നെ പറയുകയും കൂടെ വേണ്ട. നമ്മൾ യോഗ്യത പറയാൻ ഏറ്റവും മിടുക്കരാണ്. വാട്ട് ഈസ് മീൻ ബൈ എ മോഡസ്റ്റി? നല്ലൊരു വാക്കാ മോഡസ്റ്റി എന്നുള്ളത് ഇംഗ്ലീഷ് പദം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നോട് നീ വഴക്കുണ്ടാക്കാൻ വരരുത്. ഞാനിത് പറഞ്ഞു കേട്ടോണ്ട് ദയവ് ചെയ്ത് ജോൺലി ഇവിടെ ദുരുപദേശം പഠിപ്പിക്കുക എന്ന് പറയരുത്. ഞാനൊരു വാക്ക് ഗ്രീക്കിൽ പറയാൻ പോവുകയാണ്. കോസ്മോളജി എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൗഡറും ഈ കാണുന്ന ഇതിനെല്ലാം പൊതുവായി പറയുന്നൊരു പേരാണ് കോസ്മെറ്റിക്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം. കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് അവിടെ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നോട് ആരും ദേഷ്യപ്പെട്ടിരുന്നത്.
ഗ്രീക്കില് പൗലോസ് പറയാണ് ആകാം, നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാം. ഇനി ആഭരണത്തിന്റെ കാര്യം നിങ്ങളോട് ചോദിക്കരുത്, എന്റെ വീക്ഷണം തന്നെ വേറെയാണ്. അതിനകത്ത് ആഭരണ ധാരണം എന്താണെന്ന് ആരെങ്കിലും ഒക്കെ അതിനെ ഭയങ്കര നഖശികാന്തം എതിർക്കുന്നവരുണ്ടെങ്കിൽ ഇത് ക്ലാസ് ആണ് കേട്ടോ. ഞങ്ങളുടെ സഭയിൽ ആഭരണ ധാരണം അനുവദിക്കുന്നതല്ല. ഇനിയിപ്പം ഞങ്ങളുടെ ചർച്ചില് കൂടുതലും പ്രിയ രേഖ സിസ്റ്ററൊക്കെ എൻ്റെ ചർച്ചിലെ അംഗങ്ങളാണ്. അത് അവർക്കറിയാം. കാരണം തമിഴ് കോൺഗ്രിഗേഷനാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. തമിഴ്നാട്ടിൽ ആഭരണം ധരിക്കുന്നവരാണ് കൂടുതലുള്ളവർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പരിധിവരെ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ശുശ്രൂഷകൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ, കാരണം സ്നാനം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് നടക്കുന്ന ഒരു ശുശ്രൂഷയിൽ ആഭരണ ധാരണം ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അത് ഞാൻ IPCയുടെ ഒരു നിയമം അനുസരിച്ച് ആഭരണം ഇട്ടവരെ കർത്തൃമേശ പോലും കൊടുക്കരുതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോലും IPC തീരുമാനിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ പ്രിയ KM ജോസഫ് അപ്പച്ചൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, ജനറൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഞങ്ങളുടെ IPCയുടെ പ്രത്യേക ചർച്ചകളിൽ ആഭരണ ധാരണം അനുവദിക്കാമോ എന്നുള്ളൊരു വിഷയത്തിലാണ് ഈ ഒരു നിലപാട് കേരള പെന്തക്കോസ് മാത്രം എടുത്തിട്ടുള്ളൂ. കർണാടകയിലില്ല, തമിഴ്നാട്ടിലില്ല, മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ആഭരണത്തിന് യാതൊരു വിലക്കുമില്ല. പക്ഷെങ്കില് ഇത് ഞാനിത് പറഞ്ഞു പോകുന്നതാണ്. എന്നോട് നാളെ ആരും ഇതിനെപ്പറ്റി ഒന്ന് തർക്കിക്കാൻ വരരുത്. ഒരു പിതാക്കന്മാർ കാണിച്ചൊരു നല്ല മാതൃകയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ഉപദേശമല്ല, ഉപദേശമായിട്ട് നമുക്ക് പറയുവാനോ ഒന്നും സാധിക്കത്തില്ല എന്നാണ് എനിക്ക് വേദപുസ്തക പഠനത്തിൽ മനസ്സിലാക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ ആഭരണം ഇടിപ്പിക്കത്തില്ല, എൻ്റെ ഭാര്യ ആഭരണം ഇട്ടിട്ടില്ല. ഞാൻ തികച്ചും ആഭരണത്തിന് എതിര് തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. അതിനകത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നണ്ട. പക്ഷെങ്കിൽ ഒരു ബൈബിൾ പഠിതാവ് എന്ന നിലയ്ക്ക്, ഞാൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്താണ് അതിന്റെ ശരിയെന്ന് ഞാനൊന്ന് വിശകലനം ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് ക്ലാസ് ആണ്, ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. നാളെ എനിക്ക് ഓർഡിനേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. നാളെ എനിക്ക് പണി കൂട്ടുന്ന കാര്യമൊന്നും നിങ്ങളാരും ചെയ്യരുതെന്ന് കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് മോഡസ്റ്റ്, യോഗ്യമായ വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവർക്ക് അലങ്കാരം ആകാം എന്നുള്ളത് തന്നെയാണ് പൗലോസിന്റെ വെപ്പ്. പക്ഷെങ്കിൽ യഥാർത്ഥ അലങ്കാരം എന്താണ്? അവിടെയാണ് അവിടുത്തെ ചോദ്യം വരുന്നത്. വാട്ട് ഈസ് ദ റിയൽ? അവിടെ എന്താണ് യഥാർത്ഥ അലങ്കാരം? ക്രിസ്തുവിലുള്ള, അവിടെ പറയുകയാണ്, ലജ്ജാശീലം തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. അത് പറഞ്ഞാൽ ക്രിസ്തു വെളിപ്പെടുത്തുന്ന സ്വഭാവം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സ്വഭാവം, ഇതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ അലങ്കാരം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അയ്യോ എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല, അപ്പം എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, നീ എന്ത് കണ്ടിട്ടോ? സാധാരണ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ ഈ നമ്മുടെ എൽദോച്ചാനും പൗലോച്ചാനും ഒക്കെ പ്രായം കൂട്ടിയവരൊക്കെ ഇരിപ്പുണ്ടല്ലോ. പണ്ടൊക്കെ കല്യാണം പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മക്കളോടൊക്കെ, പിടിച്ചോന്ന് ചോദിക്കും. അല്ലേ അച്ഛാ? പിടിച്ചോന്നാ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം പ്രത്യേകിച്ച് ചെറുക്കന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം അത് പിടിച്ചോ എന്നുള്ളത് വേറെ അർത്ഥത്തിലൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് കാരണം ഏതാണ് ആകർഷിച്ചൊരു ഘടകം? ഞാൻ എന്നോട് സംസാരിച്ച ആ സഹോദരനോട് ചോദിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ക്രിസ്തീയ ഭക്തി അല്ലെങ്കിൽ ആ പ്രാർത്ഥനയും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ആ കുട്ടിയെ സ്നേഹിച്ചത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞ് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിനോട് ഇനിയിപ്പം അതും വേറെ ചർച്ചാ വിഷയമാക്കരുത്. ഞാൻ അത് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയുടെ യഥാർത്ഥ പൗലോസ് അവിടെ ഒരു ഓക്കെ സെറ്റപ്പാണ്. ഞാൻ പറയാം, അതിലേക്ക് വരാം. പക്ഷെങ്കിൽ യഥാർത്ഥ അലങ്കാരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സൗന്ദര്യം. എന്നിട്ട് പറയുകയാണ്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തി കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഇതൊരു നെഗേഷൻ അല്ല, ഇത് ചെയ്യരുത് എന്നുള്ളതല്ല അവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. പിന്നിയ തലമുടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൾച്ചറില് പിന്നിയ തലമുടിയല്ലേ നല്ലതെന്ന് പറയുന്നത്, അല്ലേ?
എനിക്ക് അറിയത്തില്ല, ശരിയല്ലേ? തലമുടി പിന്നെ നല്ലതെന്നല്ല പറയുന്നത്, ആരും മിണ്ടുന്നില്ല. നല്ലതെന്ന് അഴിച്ചിരുന്ന് പറയാറ്. നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നല്ലത് പറയാം. അപ്പൊ ഇപ്പൊ ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? പിന്നിയ തലമുടിയല്ല. അപ്പൊ എന്താ അവിടെ ശരിക്കും പറഞ്ഞ അർത്ഥമാക്കുന്നത്? അവിടെ അതിലേക്ക് ഞാൻ വരാം. പിന്നെ പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം കൊണ്ടല്ല. അപ്പൊ നമ്മള് വിലയേറിയ വസ്ത്രം എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ ഏറ്റവും മാതൃകാ പുരുഷനാരാ? യേശുക്രിസ്തുവാ. യേശുക്രിസ്തു ഇട്ട വസ്ത്രമോ, യേശുക്രിസ്തു വിലയേറിയ വസ്ത്രമാണ് ധരിച്ചത്. അതുകൊണ്ടാണ് യഹൂദ പടയാളികള് അത് കീറിക്കളയാഞ്ഞത്. അതുകൊണ്ടാണ് അവര് ചീട്ടിട്ടെടുത്തത്. അപ്പൊ നമുക്ക് നല്ല വസ്ത്രം ധരിക്കുന്നത് നല്ലതല്ലെന്നാണോ പറയുന്നത്? വി ക്യാൻ നല്ല വസ്ത്രം ധരിക്കാം. പിന്നെ ഈ പൊന്നും മുത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ അക്കാലങ്ങളിൽ ഒരു ഇന്നത്തെ പോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. ഞാൻ ഈ ആഭരണത്തെ പറ്റി കുറച്ചും കൂടെ ഈ എങ്ങനെയെങ്കിലും ഇവർ ഉപേക്ഷിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതിന് ഒരു തന്ത്രമുണ്ട്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡിസൈൻ കാഞ്ചീപുരം മാലയാണ്. കാഞ്ചീപുരത്തിലെ ഡിസൈൻ ആരുടെ ഡിസൈനാ? ഗണപതിക്ക് കൊണ്ട് അർപ്പിക്കുന്ന ആ ഒരു മനുഷ്യന്റെ വിരുദാണ്, കരവിരുത് കൊണ്ടുണ്ടാക്കിയ മാലയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വിഗ്രഹം പോലെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ആക്കി ഇവരെയൊക്കെ മാറ്റുന്നത്. അത് എന്റെ ഐഡിയയും എന്റെ കാര്യമൊക്കെയാണ്. അല്ലാതെ നാളെ ഉപദേശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പഠിക്കുന്ന വിശ്വാസികളൊക്കെയാണ് നമ്മളുള്ളത്. ഞാൻ പറഞ്ഞത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് ഇന്ത്യൻ, അതൊരു അവരുടെ എൻഗേജ്മെന്റ് അടയാളമായിട്ടാണ് പറയുന്നത്. നിൽക്കുന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടത് എന്താണ് എന്നാണ് പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സ്വഭാവം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അലങ്കാരം, ഇതാണ് ഒരു സ്ത്രീക്ക് യോഗ്യത എന്നാണ് പൗലോസ് പറയുന്നത്. മോഡസ്റ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അടുത്തത് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളതിനേക്കാൾ എന്ന് വേണം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ. ഞാൻ ആ ഭാഗം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം. I also want women to dress modestly, with decency and propriety, not with braided hair or gold or pearl or expensive clothes, but with good deeds appropriate for women who profess to worship God. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റുള്ളതിനേക്കാൾ ഇത് ദൈവസന്നിധാനത്തിൽ ഇതായിരിക്കട്ടെ എന്നാണ് പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് പൗലോസ് അവിടെ പറയാൻ കാരണം? ഈ പിന്നിയ തലമുടിയെ പറ്റി ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് ഈ പിന്നിയ തലമുടി? പിന്നിയ തലമുടിക്ക് അക്കാലങ്ങളില് വേണ്ട ഇതിനേക്കാൾ നല്ലതാണെന്ന് പറയാൻ കാരണം, നമ്മൾ പിന്നുന്ന പിന്നലല്ല അവിടെ പിന്നുന്നത്. അതാ വിഷയം. കാരണം ഈ നീഗ്രോസിന്റെയൊക്കെ ഹെയർ നിങ്ങൾ കണ്ടാൽ അറിയാം, മണിക്കൂറുകൾ അവരെടുത്താണ് ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ പൗലോസ് അവിടെ പറയുന്നത്. അല്ല നമ്മൾ ഈ മൂന്ന് മുടിയും വെച്ചിട്ട് കടകടന്ന് അടിച്ച് നമ്മുടെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിടുന്നത് ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു സാരമില്ല. അതെ, വലയോ എന്നെ പൊന്നെ ഒന്നും പറയണ്ട, എന്നെയൊക്കെ പോലെ നെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഒരു പ്രത്യേക ഡിസൈനൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ വിമൻ എന്തായിരിക്കണമെന്ന് പൗലോസോടെ സഭയിൽ പറയുകയാണ്. ശരി, ഇത് ഔട്ടർ അപ്പിയറൻസിനെ പറ്റി നിങ്ങള് അടുത്ത അതിനേക്കാൾ വലിയ തലപൊഞ്ഞൊരു വിഷയമാണ്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുണ്ട്. ഫെമിനിസം വർദ്ധിച്ച് ക്രിസ്ത്യൻ ഫെമിനിസ്റ്റ് ഉണ്ട്. ക്രിസ്ത്യൻ ഫെമിനിസ്റ്റുകൾ വർദ്ധിച്ച് ഷീ ഗോഡ് എന്നാണ് പറയുന്നത്. ഷീ ഗോഡ്, ആ ദൈവത്തെ അവളെന്ന് അഭിസംബോധന ചെയ്യുന്നവർ പോലും ഉണ്ട്. അത്രയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഫെമിനിസ്റ്റുകൾ
ക്രിസ്തീയ കോളത്തിലുണ്ട്. ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി തന്നെ വേദപുസ്തകം ഇറക്കി ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത്, ഹി എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് മൊത്തം ഷീ ആക്കി കളഞ്ഞു, അവൾ എന്നുള്ള ആക്കി കളഞ്ഞു. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് നമ്മുടെ ഉള്ളത് തന്നെയാണ്. അത്രയ്ക്കും ഭ്രാന്ത് പിടിച്ച ഫെമിനിസ്റ്റുകളുണ്ട്. 16-17 നൂറ്റാണ്ടുകളിലാണ് ഈ ഫെമിനിസം ഗ്രൂപ്പുകൾ വരുന്നത്. ഞാനൊരു കാര്യം പറയാം. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ഫെമിനിസം? എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഒരു കുറിക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, സമത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇസമാണ് ഫെമിനിസം. പക്ഷെങ്കില് നിങ്ങൾ വിചാരിക്കണം, ഇന്നത്തെ ഫെമിനിസ്റ്റ് ശരിക്കും പറഞ്ഞ ഫെമിനിസ്റ്റ് അല്ല, അത് പൈശാചികമാണ്. കാരണം ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ ഈ വാക്യം പറയുന്നത് പൗലോസിന്റെ വ്യക്തിപരമായ താല്പര്യത്തെ, അദ്ദേഹത്തിന് കല്യാണം കഴിക്കാത്തൊരു മനുഷ്യനാണ്, അയാൾക്ക് പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല, ഒരു വിവരം കെട്ട മനുഷ്യനാണ്, അയാള് പലതും പറയുന്നത് കേട്ടോ നമുക്ക് സഭയ്ക്ക് അത് ഉപദേശിക്കാൻ പറ്റത്തില്ല എന്നാണ് ഫെമിനിസ്റ്റുകളുടെ വാദം. നമ്മൾ ആ വാദത്തിന്റെ കൂടെ നിന്നാൽ സത്യം പറഞ്ഞാൽ അത് തന്നെ ആയിപ്പോവും. ഇന്ന് പല ചർച്ചുകളിലും പാസ്റ്റർമാര് സ്ത്രീകളാണ്. നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കാവാലത്തിന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. ബ്രദറും സിസ്റ്ററും തമ്മിൽ ഭയങ്കര ശുശ്രൂഷയാ. ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്ററും ശുശ്രൂഷിക്കുന്നു. അപ്പം ബ്രദറും സിസ്റ്ററുമാണ് ഇപ്പം മൊത്തം പോസ്റ്ററിൽ മുഴുവൻ ബ്രദറും സിസ്റ്ററുമാണ്. ഇത് ഞാൻ പറഞ്ഞത്, നമ്മുടെ ലോകം അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് മാറി. എന്താണ് ഈ കോണ്ടെക്സ്റ്റ് പഠിപ്പിക്കുന്നത്? ഇതാണ് വേദപുസ്തകത്തിന്റെ യുണീക്നെസ്. വേദപുസ്തകത്തിന്റെ സ്ത്രീകളോടുള്ള ആദരവ് തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ താഴെയുള്ള വേദഭാഗങ്ങൾ ഇത് പറയുന്നുണ്ട്. ഇവിടെ 11-ാം വാക്യത്തിൽ സ്ത്രീ മൗനമായിരുന്നു, പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. നിങ്ങൾ സിന്നഗോഗുകളിൽ ഉള്ള ഒരു ആരാധന പശ്ചാത്തലം, രണ്ട് വ്യാഖ്യാനം ഞാൻ പറയാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. രണ്ടും എടുക്കാവുന്നതാണ്. രണ്ട് കോണ്ടെക്സ്റ്റിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, സിന്നഗോഗുകളില്, അന്നത്തെ ആരാധനകളില് ഒരു ഭാഗത്ത് സ്ത്രീകളും ഒരു ഭാഗത്ത് പുരുഷന്മാരുമാണ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ആരാധന അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ഇച്ചിരി ഒത്തിരി അവര് അഡമന്റ് ആയിട്ട് വളരെയധികം മാറി സ്ത്രീകളെ വളരെയധികം വിദൂരത്തിൽ ഇരുത്തിയൊക്കെയാണ് ഇവര് ആരാധിക്കുന്നത്. അപ്പൊ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദൈവദാസൻ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ വാക്യം തന്നെ ആയിക്കോട്ടെ, സ്ത്രീ മൗനമായിരിക്കണം എന്നൊക്കെ പറയുമ്പം ഭാഷ പ്രസംഗിക്കണ്ടേക്ക് അവിടുന്ന് അമ്മാമ എഴുന്നേക്കും, അച്ഛനെ വിളിക്കും, അച്ഛാ ആ പറഞ്ഞതിന്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞുതരാൻ പറയും. അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ അച്ഛൻ ഇവിടെ നിന്ന് അർത്ഥം പറയാൻ പോകുമ്പത്തേന് പാസ്റ്റർ ഇല്ലെങ്കിൽ സ്ത്രീകൾ മൗനമായിരിക്കട്ടെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതൊരു വ്യാഖ്യാനം. ഇനി മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യുന്ന, ഞാൻ പിടിക്കുന്ന ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. അന്നത്തെ കാലത്തെ സഭകൾ പൊതുവെ ഹൗസ് ചർച്ചസ് ആണ്. ഉദാഹരണത്തിന് തെളിവായിട്ട് ഞാൻ പറയാമല്ലോ, ഫിലിപ്പിയ സഭ എവിടെ കൂടിയിരുന്നത്? ലുദിയായുടെ വീട്ടിലാണ്. ലുദിയായുടെ വീട്ടിലുള്ള സഭയില് ഞാനൊരു കാര്യം സാധാരണഗതിയിൽ പറയാം, എത്ര അമ്മമാര് വന്നാലും ലുദിയാൻ്റെ വരുമ്പോൾ ഒരു പ്രത്യേക നെഞ്ചിടിപ്പും ഒരു പ്രത്യേക ബഹുമാനവും ഒരു പ്രത്യേക ആദരവുമൊക്കെ സ്വാഭാവികമായിട്ട് തോന്നും. അപ്പൊ ലുദിയാൻ്റെ കയറി വരുന്നു. സഭയിലെ ആരാധനയ്ക്ക് ശേഷമായിട്ട് സഹോദരന്മാരോ ഇല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, സഭകളിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ലുദിയാൻ്റെ പറയുകയാണ്, അങ്ങനെയല്ലെന്നേ, നമുക്ക് ഇങ്ങനെയും കൂടെ ആകാം. എൻ്റെ വീട്ടിൽ 10 മണിക്ക് ആരാധനയൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് വെച്ചാൽ മതി, എൻ്റെ വീടായത്. ഈ അധികാരം അധികാരമെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചതിന്റെ പേരിലായിരിക്കാം പൗലോസ് മൗനമായിരിക്കട്ടെ എന്ന് പറയുന്നത്. ഇനി ആരാധനകള് സ്ത്രീകൾക്ക് വചനം ശുശ്രൂഷിക്കാൻ സാധിക്കുമോ? ബ്രദറുകാർ കുറച്ചും കൂടെ എക്സ്ട്രീമിലാ പോകുന്നത്. സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ മിണ്ടാനേ പാടില്ല, അവരെ പ്രാർത്ഥിക്കാൻ പാടില്ല, ബൈബിൾ വായിക്കാൻ പാടില്ല, അവർക്ക് എന്താ പറയുന്നത്, സ്തോത്രം പറയാൻ പറ്റത്തില്ല, വരിക, മിണ്ടാതിരിക്കുക, മിണ്ടാതെ എഴുന്നേറ്റ് പോവുക, ഓർക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ ആന്റി?
നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. രണ്ട് അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുമോ? രണ്ട് പാട്ട് പാടിയില്ലേ നമുക്ക് ഉറക്കം വരുമോ? ഈ ബ്രദറുകാരുടെ കൂട്ടായ്മ നമുക്ക് എങ്ങും പോയിരിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ. അപ്പം ഇവിടെ ഇതൊരു എക്സ്ട്രീം ലെവലിലാണ് ഇവിടുത്തെ ബ്രദറുകാരതിനെ എടുക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ശരിക്കും ഒരു കൾച്ചറൽ ഇഷ്യൂ തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ശരിക്കും ഇത് സാംസ്കാരികമായിട്ട് നിലവിലുണ്ടായിരുന്ന ചില സംസ്കാരങ്ങളെ പൗലോസ് നഖശികാന്തം എതിർക്കുകയാണ് എന്ന് വേണം ഇതിനകത്ത് മനസ്സിലാക്കാൻ. ഇതിന് കാരണം പറയുന്നുണ്ട്. കാരണം റൈറ്റിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവോ? ഇച്ചിരി കൂടെ ബ്രൈറ്റിലേക്കോ? റൈറ്റ് ഓക്കെ സാർ, സൈഡിലേക്ക് ഇച്ചിരി കൂടെ. ഗുഡ്. കാരണം ഒരു സൈഡായി എന്റെ ഫോണിലേക്ക് ചാർജർ ഇല്ലായിരുന്നേ. ഇപ്പൊ ഇവിടെ ആ ഒരു ഉപദേശത്തിന്റെ ഭാഗമായിട്ടോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഞാനൊരു ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ഞാൻ ഇതിനകത്ത് പറയാം. ഞാനിത് ഞാൻ വലിയ കല്യാണ ശുശ്രൂഷ, കാരണം എനിക്ക് ആകെപ്പാടെ ഇച്ചിരി പൈസയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രായത്തിന്റെ ശുശ്രൂഷ പോലും എനിക്കില്ല. എന്നാൽ ദൈവം സഹായിച്ച് ഒരു കല്യാണം നടത്തുവാനും ഒരു 3 നല്ല കല്യാണങ്ങളിൽ ശുശ്രൂഷിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നുണ്ട്. ഞാന് കല്യാണത്തിന് പ്രസംഗിക്കുമ്പോഴുമൊക്കെ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്: പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ സ്ത്രീക്ക് പറ്റത്തില്ല. അത് കറക്റ്റാണ്. ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കും, പുരുഷന്മാരുടെ എല്ലാ ഇഷ്ടങ്ങളും അനുവദിക്കുവാൻ സ്ത്രീക്ക് സാധിക്കുമോ? സ്ത്രീ അച്ഛൻ 2 അടിക്കുന്ന ഒരാളാണ്. അപ്പം വാങ്ങിച്ചോണ്ട് വരിക. 1 തിമോത്തിയോസിനോട് പറയുന്നത് അല്പം വീഞ്ഞാകാം. അതൊക്കെ വെച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വന്നിട്ട്, മോളെ ഈ ഒരു ബിയർ അടിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, 2 നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് ഭർത്താവ് ഭാര്യയോട് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വാക്ക് നമുക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കട്ടെ, ഭാര്യ മൗനമായിരിക്കട്ടെ, അധികാരം നടത്താൻ പറ്റത്തില്ല. എന്നാൽ ഏതായാലും കിട്ടിയ 2 ബിയറാണ്, ഞാൻ സന്തോഷത്തോടെ എൻ്റെ അച്ഛൻ തന്നത് ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീ പറയും? ഇല്ല. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അധികാരം ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് അധികാരം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് അടുത്ത വാക്യത്തിൽ പൗലോസ് വ്യക്തമായ ഒരു തെളിവ് തരുവാണ്. വാട്ട് ഈസ് മീൻ ബൈ അതോറിറ്റി? എന്താണ് ഇവിടെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു എന്ന് പറയാണ്. പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ടത്. അപ്പൊ നിർമ്മിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. അപ്പം ആ ഭാഗം പറയുമ്പോൾ നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടു, ഉണ്ടാക്കപ്പെട്ടു എന്ന് ആദാമിനെ നോക്കിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇത്രേ അർത്ഥമുള്ളൂ. ഐ ഗേവ് അതോറിറ്റി ടു ഏഡം. ഞാൻ അധികാരം കൊടുത്തത് ആദാമിനാണ്. ഞാൻ ആദ്യം അധികാരം കൊടുത്തത് ആദാമിനാണ്. പക്ഷെങ്കിൽ ഇവിടെ വഞ്ചിക്കപ്പെട്ട് സ്ത്രീ ചെയ്തത് എന്താ? ആ അധികാരം സ്ത്രീ കൈവശപ്പെടുത്തുകയായിരുന്നു. ഏദേനിൽ പാപത്തിന്റെ തൽഫലമായി സ്ത്രീ ആ അധികാരം കൈവശപ്പെടുത്തി പറയുകയാണ്, ഈ പഴം നിങ്ങൾ കൂടെ ഭക്ഷിക്കാൻ. അവിടെയാണ് പൗലോസ് പറയുന്നത്, പാപം കാരണം അധികാരം റിവേർട്ടായി പോയി. പാപം കാരണം അധികാരം അവിടെ സ്ത്രീ അവിടെ അധികാരം എടുക്കുകയാണ് ചെയ്തത്. ഇതാണ് പൗലോസ് അവിടെ വളരെ വ്യക്തമായി പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ട ബഹുമാനവും സ്നേഹവും ആദരവും ക്രിസ്തീയ മാർഗം കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം ഒരു പുരുഷന് തലയാകുവാൻ, ഒരു പുരുഷന് ഡിസിഷൻ എടുക്കുവാൻ, ഒരു പുരുഷന് കർത്തൃത്വം നടത്തുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അധികാരത്തെ ഹവ്വ അത് പാപത്തിന്റെ തൽഫലമായി സാത്താന്റെ വാക്ക് കേട്ട് ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തപ്പോൾ അതാണ് പാപത്തിന്റെ തൽഫലമായി ഉണ്ടായത്. സ്തോത്രം. അപ്പം അവിടെ സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. ഇറ്റ് ഈസ് എ ട്രസ്പാസ്. ഇത് ലംഘനമാണ്, അതൊരു പാപമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ
അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഒരു വലിയ ഡ്യൂട്ടിയാണ് ഒരു അമ്മയാകുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്താ പറയുന്നത്, അവിടെ മക്കളെ പ്രസവിച്ചു എന്ന് പറയുന്നതിന് മാത്രമല്ല, ഉപദേശം ആരോടാകാം? മക്കളോടാകാം. ഉപദേശം അവരെ ക്രിസ്തുവിൽ വളർത്താം. ക്രിസ്തുവിൽ ഒരു മക്കളെ എന്താ പറയുന്നേ, അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല മാതാവിനുള്ളതാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കുറച്ചും കൂടെ ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസത്തിന്റെ സ്നേഹത്തിന് സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവള് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. എത്ര എത്ര വലിയ ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമായ ഒരു ചിന്തയും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഭകളിൽ ഞാനിപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യുന്നത് ഉണ്ട്, പ്രത്യേകിച്ചും ഇടയ ശുശ്രൂഷ ചെയ്യുന്നത്. അതൊട്ടും അഭികാമ്യമല്ല. കാരണം ദൈവം അധികാരത്തിന്റെ ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷൻ ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിക്കപ്പെട്ട ആദാമിൽ തന്നെയാണ്. ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആദാമിൽ തന്നെയാണ്. ആ അധികാരം ഒരു സ്ത്രീ എടുക്കുന്നത് സഭയിലാകട്ടെ, അത് ശുശ്രൂഷയിലാകട്ടെ, അതെടുക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ പഠനം മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്കത് എങ്ങനെ വേണേലും അതിനെ പഠിക്കാം, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. എത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയം കാണിക്കത്തില്ലെന്ന് തോന്നുന്നത്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഞാൻ അവസാനിപ്പിക്കണം. താങ്ക് യു. സാറേ, അവസാനത്തെ വാക്യത്തിലെ പറഞ്ഞോളൂ. എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, മക്കളെ എനിക്കത് മനസ്സിലായി. അത് കാരണം രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു കൂടാതെ രക്ഷ പ്രാപിക്കും എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി, അതാ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു ഡ്യൂട്ടി എന്താണെന്ന് പൗലോസ് അവിടെ കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പറയുകയാണ്. അതുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, വുമൻ വിൽ ബി, ഞാൻ ഒന്നുകൂടെ ഭാഗം ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. But women will be saved through childbearing if they continue in faith, love and holiness with proprietary. അവിടെ if എന്നൊരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ എന്നുള്ളൊരു പദമാണ് അവിടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന കാര്യമൊന്നുമല്ല, എങ്കിലും ഈ ഭാഗം കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് ഔട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്ത്രീകളുടെ ഡ്യൂട്ടി ചെയ്യാതെ എന്താ പറയുന്നേ, പലരും ഇപ്പം പോകുന്നുണ്ട്. കുറച്ചും കൂടെ ഞാൻ പറയാം, ഹോമോ സെക്ഷുവാലിറ്റി ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടെയാണ് പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നത്. കാരണം സ്ത്രീകളുടെ ഡ്യൂട്ടി എന്താണ്? കാരണം ഇത് ചൈൽഡ് ബെയറിംഗ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ രക്ഷ പ്രാപിക്കുക എന്നുള്ള അർത്ഥം ആക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തുക, അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും യേശുക്രിസ്തു കൂടാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിക്കുക എന്നൊരിക്കലും നമുക്ക് ആ വാക്യം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. എന്റെ പഠനത്തിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. തീർച്ചയായിട്ടും. 2:19-15 മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ പറയുന്ന രക്ഷ ആത്മാവിന്റെ രക്ഷയല്ല. ഇവിടെ പറയുന്ന രക്ഷ ശരീരത്തിന്റെ രക്ഷയാണ്. ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രസവം നടക്കുന്ന സിറ്റുവേഷൻ നാം ഒന്ന് കാണാമെങ്കിൽ
അല്ലെങ്കിൽ അത് കണ്ടവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. ആ ഗർഭിണിയായ അല്ലെങ്കിൽ ആ പൂർണ്ണ ഗർഭിണിയായ മാതാവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മരണം വരെ സംഭവിക്കാം. ആ അർത്ഥവും കൂടെ ചില വേദപണ്ഡിതാക്കൾ ഇതിന് കാണുന്നുണ്ട്. അതോടൊപ്പം സാറ് പറഞ്ഞ കാര്യം കൂട്ടി യോജിപ്പിക്കണം. മക്കളെ പദ്യോപദേശത്തിൽ വളർത്തിയെടുക്കുന്നത് രക്ഷയിൽ ബന്ധപ്പെട്ട കാര്യമാണ്. H.L. ഗ്ലാർവിൻ എന്ന് പറയുന്ന വേദപണ്ഡിതൻ ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ പറയുന്ന രക്ഷ ആത്മാവിന്റെ രക്ഷയല്ല, ശാരീരിക രക്ഷയാണ്. അതായത് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ സംഭവിക്കാവുന്ന മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് ഇത് എന്ന് വളരെയധികം വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ മക്കളെ ദൈവ വഴിയിൽ വളർത്തി പ്രയോജനമുള്ളവരാക്കി, ക്രിസ്തുവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുമ്പോൾ കുടുംബം ആത്മീയമായും ഭൗമികമായും രക്ഷയുടെ ഫലം അനുഭവിക്കുന്നതായിരിക്കും എന്ന് മറന്നു പോകരുത്. അങ്ങനെ ആ മക്കൾ അല്ലെങ്കിൽ ആ മക്കളാൽ അവർ സംരക്ഷിതരായി തീരുന്നതിനെയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് H.L. ഗ്ലാറിൻ എന്ന് പറയുന്ന വേദപണ്ഡിതന്റെ അഭിപ്രായം അതാണ്. അങ്ങനെ സാറ് പറഞ്ഞ അതേ ആശയം. ഇതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഒരു പ്രഗ്നൻസി, ഒരു ഡെലിവറി എന്ന് പറയുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇതിന് ആത്മരക്ഷയുമായി യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം, സാറ് വളരെ വിശാലമായി ആ ഭാഗം സത്യത്തിൽ വലിയ കോൺവേഴ്സി ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗമായപ്പോൾ വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സാറിൻ്റെ തോട്ടിനോട് ചേർന്ന് ആണ് ഞാനും ചിന്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ വചനം പഠിക്കുന്നത് തെറ്റാണെന്നല്ല സാറ് പഠിപ്പിച്ചത്. സ്ത്രീകൾ വചനം പഠിക്കണം. സഭയിലെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മക്കൾ കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ ആത്മീയമായി വളർത്തിയെടുക്കേണ്ട ചുമതല ഓരോ മാതാവിനും ഉള്ളതാണെന്ന് മറന്നു പോകരുത്. തിമോത്തിയോസിനോട് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. സഭയിലെ ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ മക്കളാണ്. ഞാൻ ദേവദാസന്മാരോടല്ല പറയുന്നത്, ദേവദാസിമാരോട് പറയുകയാണ്. നിങ്ങൾക്കാണ് സത്യത്തിൽ ആ കുഞ്ഞുങ്ങളെ പദ്യോപദേശത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ശുശ്രൂഷ നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പം ഞാനും ഈ കാര്യത്തിൽ ജോളി സാറിൻ്റെ കൂടെയാണ്. ഞാൻ പലരുമായിട്ടും ഇതിൽ ഒത്തിരി തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളുകൂടെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ അല്ലെങ്കിൽ വനിതകളുടെ ഇടയിൽ യുവതികളായവരെ, കന്യകമാരെ ഒക്കെ നേടാൻ നിങ്ങൾ വചനം പഠിക്കണം. പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളായി അവരെ കാണണം. എൻ്റെ ഉദാഹരണമാണല്ലോ തിമോത്തിയോസും തീത്തോസും ഫിലോമോനും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇവരെല്ലാവരും പൗലോസിൻ്റെ മക്കളും പ്രിയ മക്കളെന്നാണ് അദ്ദേഹം അതിസംബോധന ചെയ്യുന്നത്. എന്നാൽ മറ്റ് ലോകപരമായി ചിന്തിച്ച പുള്ളിയുടെ മക്കളല്ല. പക്ഷെ ഞാൻ ആത്മാവിൽ ജനിപ്പിച്ചവൻ എന്നൊക്കെ പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ പാറ്റേൺ കൃത്യമായിട്ടും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. ജോളി സാറേ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാധാരണ ഇതാരും പറയാനൊന്നും പഠിപ്പിക്കുമ്പോൾ പോലും ഇതിനു മുമ്പേ ഇടയലേഖനം പഠിപ്പിച്ചിട്ടുള്ള ദൈവദാസന്മാരുണ്ട് ഇവിടെ. പക്ഷെ അവരൊന്നും ഈ ഭാഗം വളരെ പോളിഷ് ചെയ്ത് പറഞ്ഞു പോകുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നല്ലൊരു തോട്ടാണ്.
ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. സാറേ ചോദിച്ചാട്ടെ ഷൈജു കെ മാത്യു ബ്രദർ. സാറേ, ഈ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ, മൗനമായിരിക്കരുത് എന്ന്. അത് പ്രസംഗിക്കരുതെന്നാണോ അതോ അഭിപ്രായം പറയരുതെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് സഭയെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് ഉപദേശിക്കരുതെന്നോ പ്രസംഗിക്കരുതെന്നോ ആണ് ഉദ്ദേശിക്കുന്നത്? ചോദ്യം എന്നോടാണോ സാറിനോടോ? ജോളി സാറിനോടാ. ഞാൻ ഈ സഭ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആരാധനയാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ഒരു പാസ്റ്ററിന്റെ കീഴിലുള്ള വർഷിപ്പ് സെക്ഷൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ചോദിച്ച സഹോദരൻ പോലും ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കാം നിങ്ങൾ എന്നോട് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലും സഭ എന്നുള്ളത് ആത്മീയ സംഗമം തന്നെയാണ്. ഇറ്റ്സ് എ കോൺഗ്രിഗേഷൻ. ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ സ്ത്രീകൾക്ക് പാലിക്കേണ്ട ഒരു മര്യാദയെ പറ്റി ഇല്ലെങ്കിൽ അവലംബിക്കേണ്ട, പ്രാക്ടിക്കലി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ അക്വിലായും പ്രിസ്കില്ലായും നമുക്ക് ഉദാഹരണമാണ്. ജൂനിയാസ് നമുക്ക് ഉദാഹരണമാണ്. ദേ വെർ ടീച്ചിങ് ദ ബൈബിൾ. കർത്താവ് സ്ത്രീകൾക്ക് വേദപുസ്തകം പഠിപ്പിക്കാനും ഇല്ലെങ്കിൽ അത് ഉപദേശിക്കാനുമൊക്കെ കർത്താവ് പ്രാപ്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ പ്രാപ്തി പോലെ ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷെങ്കിൽ ഒരു അധികാരത്തിൽ ഇത് ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഒരു വെള്ളം അടിക്കുന്ന കാര്യമൊക്കെ ഞാനത് പറയാനിടയായി. ഈ സഭയിലാകട്ടെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വേദപുസ്തകം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോ അത് പഠിപ്പിക്കുന്നതിനോ എൻ്റെ ഭാഷയിൽ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ പ്രസംഗിക്കുന്നതിന് ഒരു അവസരം ലഭിച്ചാൽ പോലും അത് ശുശ്രൂഷിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെങ്കിൽ എന്താ പറയുന്നത്, അഭിപ്രായം പറയുന്നത് അതൊരിക്കലും പറ്റത്തില്ല. അത് ഒരിക്കലും പറ്റത്തില്ലെന്നല്ല. അതൊരു കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു സഹോദരന്മാരുടെ കോൺഗ്രിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹോദരന്മാരുടെ അഭിപ്രായം അത് പറയരുത് എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വിലക്കുന്നത്. അതിനകത്ത് ഒരു കൾച്ചറൽ ഇഷ്യൂയും കിടപ്പുണ്ട്. പക്ഷെങ്കിൽ അപ്പോൾ തന്നെ വേദപുസ്തക ആശയങ്ങൾ പങ്കുവെക്കാനോ പ്രവചിക്കാനോ ഒക്കെ ഒരു സ്ത്രീക്ക് ശുശ്രൂഷാപരമായിട്ടുള്ള സാധ്യതകളുണ്ടെങ്കിൽ, അത് അനുവദനീയമാണെന്നുണ്ടെങ്കിൽ, ഒരു സഭ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവരുടേതായിട്ടുള്ള ലിമിറ്റിൽ നിന്നുകൊണ്ട് അത് പറയുന്നതിന് തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഞാനിത് പറയാൻ കാരണമുണ്ടേ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു TPM സ്ഥാപനത്തിലാണ്. അപ്പം അവര് ഈ വാക്യം എടുത്ത് എന്നോട് സംസാരിച്ചു. അപ്പം തിരിച്ച് നമുക്കൊരു മറുപടി പറയാൻ ഇല്ലാതായി. അവർ പറയുന്നത്, നിങ്ങളുടെ ചർച്ചകളിൽ എന്തിനാണ് സ്ത്രീകളെ പ്രസംഗിപ്പിക്കാൻ സ്റ്റേജ് കയറി നിർത്തുന്നത്, അവരെന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അവർ വാക്യം എടുത്ത് സഹിതം എടുത്താൽ കാണിക്കുന്നു, നമ്മളോട് പറയുന്നു. അപ്പൊ നമുക്ക് അവരോട് തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. ഈ വാക്യമാണോ എടുത്ത് ചോദിച്ചേ? അതെ, ഫിലിപ്പിയ ലേഖനത്തിലെ സ്ത്രീകൾ സഭയിൽ. ഫിലിപ്പിയ ലേഖനത്തില് അങ്ങനെ ഒരു വാക്യമില്ലല്ലോ. യൂദക്കയും സിന്ദക്കയും പറ്റിയല്ലേ ഉള്ളൂ അവിടെ. ലേഖനത്തിലല്ലേ എന്തോ സഭായോഗങ്ങളിൽ മൗനമായിരിക്കുന്ന ഒരു വാക്യം ഉണ്ടല്ലോ. അത് ഫിലിപ്പിയ ലേഖനത്തിലാണോ? ലേഖനത്തിലല്ലേ? കൊരിന്ത്യ ലേഖനത്തിൽ അധ്യായത്തില് അത് വേറൊരു കോൺസെപ്റ്റില് ഒരു അല്ലേ ജോളി സാറേ? തീർച്ചയായിട്ടും അത് വേറൊരു ഒരു കോൺസെപ്റ്റ് വേറെയാണത്. നമ്മളുടെ അത് നമ്മൾ ചിന്തിക്കുമ്പോ എന്റെ 14-ാം അധ്യായം, അതെ അതും ഇതുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പൊ ജോളി സാറ് പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് കാര്യം. നമ്മുടെ എല്ലാം മനസ്സിൽ 4 ചുമരിനുള്ളിൽ ഒരു പുൾപിറ്റും കുറെ വിശ്വാസികളും കൂടി വരുന്ന ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ചർച്ച എന്ന് വരുമ്പോൾ. പക്ഷെ അതല്ല ചർച്ച. അത് ചർച്ച തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ. പക്ഷേ കർത്താവാണ് സഭയെന്നും അതിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരെന്നും അവർക്കെല്ലാവർക്കും പ്രാധാന്യമുണ്ട് എന്നും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്ന് കോരിന്ത് സഭയിലുണ്ടായ വിഷയവും
ആ വിഷയത്തിനുള്ള മറുപടിയാണ് ആ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം കൊരിന്തിലെ വിഷയമാണ് ആദ്യം പഠിക്കേണ്ടത്. അവിടെ ഉണ്ടായ വിഷയം എന്താണ്, അവിടുത്തെ വിഷയങ്ങളാണ് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. അത് കൊരിന്ത്യ ലേഖനം എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, പഴയ ബാച്ച്. സാറ് പറഞ്ഞാട്ടെ, സാറിന്റെ ടൈം. 14-ാം അധ്യായത്തിലാണ് ആ വിഷയം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ 14-ാം അധ്യായത്തില് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീക വരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. ഇനി അതിനകത്ത് അന്യഭാഷ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. നമ്മുടെ കോൺഗ്രേഷനിൽ ആരെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ട്, ആരും വ്യാഖ്യാനിക്കുന്നത് പോലും ഇല്ല. പിന്നെ നമുക്ക് ഒറ്റ വാക്യേ ഉള്ളൂ അപ്പോസ്തല പ്രവൃത്തിയില് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. ഒറ്റ വാക്യം വെച്ചുകൊണ്ടാണ് എല്ലാവരും അന്യഭാഷ പറയുന്നത്. പക്ഷെങ്കിൽ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അന്യഭാഷ ഒരുവൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവൻ വ്യാഖ്യാനിക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ 14-ാം അധ്യായത്തിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ വരങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. സ്ത്രീകൾക്കാണെങ്കിലും കർത്താവ് ആത്മീക വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവര് യോഗ്യമായ രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധന്മാരുടെ സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ സഭായോഗങ്ങളിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മുകളിൽ വ്യക്തമായിട്ട് അക്കമിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വാക്യത്തിൽ പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അതാണ് പൗലോസിന്റെ ആഗ്രഹം. ഇഫ് ദർ ഈസ് സംതിങ് ദാറ്റ് എ വിമൻ ഷുഡ് ടോക്കിംഗ് ദ ചർച്ച്, ഇല്ലെങ്കിൽ വിമൻ ഈസ് പ്രീച്ചിങ് ഇൻ ദ ചർച്ച്, അതാ ഞാൻ പറഞ്ഞ അനുവദനീയമായ അവസരത്തിൽ, അനുവദനീയമായ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സംസാരിക്കുവാനും ശുശ്രൂഷിപ്പാനുമുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം അവർ മിണ്ടാതിരിക്കട്ടെ, ഇന്നെന്ന പോലെ തന്നെ എപ്പോഴും മിണ്ടാതിരിക്കട്ടെ തന്നെയാണ്. അത് തന്നെയാണ് സഹോദരന്മാരോടും പറയുന്നത്. സഹോദരന്മാരോട് ഇപ്പൊ നമ്മൾ തിമോത്തിയോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത് അധ്യക്ഷവരത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഭാഗം തൊടാം. കാരണം അധ്യക്ഷൻ ആരാണ്, സഭയിൽ ആരായിരിക്കണം സംസാരിക്കുന്നത്, സഭയിലെ ഓർഡർ എന്തായിരിക്കണം, ഇതെല്ലാം തന്നെ തിമോത്തിയോസിലും വളരെ വ്യക്തമുണ്ട്. 14-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് കോണ്ടെക്സ്റ്റ് പറയുന്നത് ആത്മീകപരം ഒരു വിശ്വാസി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് സ്ത്രീകളോടുള്ള ബന്ധത്തിലാണ് സഭ അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടെ ചർച്ചകളാകാം, കുഴപ്പമില്ല. താങ്ക് യു. ഹലോ സൈജു ബ്രദറെ, നമുക്ക് ഇങ്ങനെയുള്ള 2, 3, 4, 5 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് വീണ്ടും ഇതൊരു ഡിബേറ്റ് അല്ല, നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ജോളി സാറിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ചോദിക്കാനുള്ള അവസരങ്ങൾ, നമുക്ക് അറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് സാറ് 3-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തുടക്കം വെച്ചു. അങ്ങനെയാണോ ഇന്നത്തെ സഭകൾ പോകുന്നത്? അങ്ങനെയാണോ ഇന്നത്തെ സഭകൾ? ഇപ്പൊ സാർ, എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് സാറ് പഠിപ്പിച്ചു വരുമ്പോൾ നമ്മളൊക്കെ ഇന്ന് കണ്ടുവരുന്ന സഭയുടെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ ഈ 3-ാമത്തെ അധ്യായം ശരിക്കും വായിച്ച് പഠിച്ചിട്ട് വരണം. എന്നിട്ട് ചോദ്യം. ഞാനിതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരു ക്ലാസ് ഇപ്പം പരിശുദ്ധാത്മശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ